ഹായ്, ഇന്ന് നമ്മൾ വാക്സിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ വാക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൈ കാലുകളിലെ രോമങ്ങളെ റിമൂവ് ചെയ്യുന്നതിനെയാണ് വാക്സിംഗ് എന്ന് പറയുന്നത്. പലതരത്തിലെ വാക്സിംഗ് നമുക്കുണ്ട്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത് കോൾഡ് വാക്സ് ആണ്. കോൾഡ് വാക്സ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിരിക്കുന്ന സ്ലേക്സിൻ്റെ കോൾഡ് വാക്സ് ആണ്. അതിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് വാക്സ് സ്ട്രിപ്പാണ്. അപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടുള്ള വാക്സ് സ്ട്രിപ്പാണ് വരുന്നത്. ഇനി വേണ്ടത് സ്പാച്ചുലയാണ്. സ്പാച്ചുല എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വുഡൻ സ്പാച്ചുലയാണ് എടുത്തിരിക്കുന്നത്. അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാണ്. അപ്പം ഇതാണ് നമ്മുടെ കസ്റ്റമറുടെ കാല്. നന്നായിട്ട് ഗ്രോത്ത് ഉണ്ട്. ഈ രോമത്തിനെല്ലാം നല്ല ഗ്രോത്തുള്ള കാലാണ്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, നന്നായിട്ട് രോമങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വാക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ കോൾഡ് വാക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും ചൂടാക്കുകയൊന്നും വേണ്ടല്ലോ. നമ്മൾ വാക്സ് അത് സ്പാച്ചുലയിലെടുത്ത് നമ്മൾ കസ്റ്റമറുടെ കാലിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ആദ്യമേ നമ്മൾ കുറേശ്ശെ അപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒന്നിങ്ങനെ പിടിക്കുന്ന ഒരു ഫീല് നമുക്ക് വരും. അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാക്സ് സ്ട്രിപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിനെ തേച്ചൊട്ടിച്ചതിന് ശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലിച്ചു കൊടുക്കുക. കണ്ടോ, അവിടെ അത്രയും ഭാഗം ക്ലീൻ ആയതുകൊണ്ടോ. നമ്മൾ എത്രയും കൂടുതൽ താഴോട്ട് ചെയ്യുന്ന അത്രയും കൂടുതലായിട്ട് ആ സ്പേസിലെ രോമം നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ കുറേശ്ശെയാണ്. കസ്റ്റമറിന് വേദന ചെറുതായിട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശെയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു സ്ട്രിപ്പിൽ നമുക്ക് 2 അപ്പുറം ഇപ്പുറം സൈഡ് ചെയ്യാം, മുകളിലും താഴെയായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. മാക്സിമം ആ സ്ട്രിപ്പ് യൂട്ടിലൈസ് ചെയ്ത് തന്നെ നമ്മൾ ചെയ്ത് പോകുക. അപ്പം നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും കണ്ടോ, നല്ല ഫിനിഷിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഫുള്ള് ഏരിയയും കവർ ചെയ്ത് ഉള്ളെടുക്കലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം വാക്സ് സ്ട്രിപ്പ് ഒട്ടിച്ച് വെച്ചിട്ട് റിമൂവ് ചെയ്യുക. കണ്ടോ, നമ്മൾ റിമൂവ് ചെയ്ത ഒരു കാല് ഫുള്ള് നമ്മൾ റിമൂവ് ചെയ്തിരിക്കുകയാണ്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി നമ്മൾ അടുത്ത കാലിലും അതേ സെയിം മെത്തേഡിൽ കണ്ടോ, അത് നമ്മൾ കസ്റ്റമറിനോട് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് പെയിൻ ചെറുതായിട്ട് കുറവാണെന്ന് അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ അത്രയും കട്ടിയിൽ അപ്ലൈ ചെയ്ത് വലിച്ചു മാറ്റുന്നത്. കണ്ടോ, ഫസ്റ്റിലെ അവരോട് പറയുമ്പോൾ അയ്യോ എനിക്ക് പേടിയോ, കുറേശ്ശെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആദ്യമേ കുറേശ്ശെ എടുത്തത്. പിന്നീട് നമ്മൾ കൂടുതലായിട്ട് നീളത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വലിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എപ്പോഴും വലിച്ച് നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കോൾഡ് വാക്സ് ചെയ്യുന്നത്. ഹോട്ട് വാക്സ് ഇതിൽ നിന്നും വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരെ നിങ്ങളിത് നന്നായിട്ട് സാധനങ്ങൾ വാങ്ങി ആരുടെയെങ്കിലും കാലിൽ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നല്ല നീറ്റും ക്ലീനും ആവും നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.